Hello, welcome to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വാഷ് ഏരിയ മേക്ക് ഓവർ ആണ്. അപ്പോൾ വാഷ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോന്നും ഒക്കെ ആയിട്ട് കുറച്ച് പ്രോഡക്ട്സും അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ബേബിയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹായ് പറ ഹായ് പറ. തിമ്മരോ അതെ അപ്പോൾ ഫസ്റ്റ് അവിടുത്തെ വലയും പൊടിയൊക്കെ ഒന്ന് അടിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ദേ ഇതൊക്കെ വാൾ സ്റ്റിക്കേഴ്സാണ്. മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നുമായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള വാൾ സ്റ്റിക്കറാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് എനിക്ക് പക്ഷെ അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. മീഷോന്ന് ഓർഡർ ചെയ്താണ് കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത്. ഫസ്റ്റ് ഈ വാഷ് ബേസിനും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടു. അതിന് ശേഷമാണ് ഈ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ നിങ്ങൾ ഇതുപോലെ വാൾ സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ഇത്രയും ലോങ് ആയിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പ് ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്. അതായത് താഴോട്ടേക്ക് ഒന്ന് വലിച്ചു പിടിക്കാൻ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ചുളിവുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഇത് കുറേ നാൾ മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. എൻ്റെ നെയിലൊക്കെ പോയിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരു സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനാണ് ഒട്ടിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരാളുടെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിലേ നമുക്കിത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. താഴെയൊക്കെ കട്ട് ചെയ്തൊക്കെ മാറ്റേണ്ടിയൊക്കെ വരുമ്പോൾ. അല്ലാതെ നമുക്ക് നോർമലുള്ള ഈ വാൾ സ്റ്റിക്കേഴ്സ് അല്ലാതെ നമ്മൾ ഒട്ടിക്കുമല്ലോ, ഈ കുറച്ച് ഡിസൈനൊക്കെ ഉള്ളത്. അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അടുത്ത സൈഡിൽ ഒട്ടിക്കുകയാണ്. ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ പോലെ ഉണ്ടായിരുന്നു. അതൊട്ടും ഒട്ടിക്കാനും ഈസി ആയിരുന്നില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കീറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഒട്ടിച്ചത്. നല്ല പാടായിരുന്നു ഇത് ഒട്ടിക്കാനായിട്ട്. അങ്ങനെ വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഫൈനലി ഇതേ മിറർ കൂടെ വെക്കുന്നുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വെറും 275 റുപ്പീസാണ്. ഇത് ഹാങ് ചെയ്യാനായിട്ട് മേളിലൊരു ഹുക്കുണ്ട്. അതുകൂടാതെ തന്നെ താഴെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആണിയൊക്കെ വെച്ചിട്ട് അതിൽ ഹാങ് ചെയ്ത ശേഷം ആ ടേപ്പ് കൂടെ ചേർത്ത് ചുവരിലങ്ങ് ഒട്ടിച്ചാൽ മതി, നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ വാഷ് ഏരിയയൊക്കെ കുറച്ച് ബോറായിട്ട് ഇരിക്കുന്നവർക്ക് ഇതുപോലെ വാൾ സ്റ്റിക്കറൊക്കെ മേടിച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഈ വാൾ സ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് വന്ന സമയത്ത് താഴ്ഭാഗത്തോട്ട് ഇത് തികയാതെ വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1 വീക്ക് ശേഷം, അതായത് ഓർഡർ ചെയ്തൊരു 1 വീക്ക് വേണമല്ലോ ഇത് വരാനായിട്ട്, മീഷോന്ന് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സ്റ്റിക്കർ നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെ വീണ്ടും ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ഒട്ടിച്ചു.
അപ്പോൾ ഇത് ബിഫോറാണ് നമ്മുടെ വാഷ് ഏരിയ നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. ഇങ്ങനെ ഇരുന്നൊരു വാഷ് ഏരിയ നമ്മൾ കംപ്ലീറ്റ്ലി വെറും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മേടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മേക്ക് ഓവേഴ്സ് നമ്മുടെ വീട്ടിലും കിച്ചണിലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.